السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ അധ്യക്ഷനവറുകളെ, വിദ്യാകർത്താക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, മറ്റു പ്രിയപ്പെട്ടവരെ, നാം ഏവരെയും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഈ മഹത്തായ വേദിയിൽ നിങ്ങളുമായി സംബന്ധിക്കുവാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മദ്രസ വിദ്യാഭ്യാസവും അതിൻ്റെ പ്രസക്തിയുമാണ്. പ്രിയമുള്ളവരെ, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ അറിവുകൾ അവരിലേക്ക് പകർന്നില്ല എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, സാമൂഹിക ഇടപാടിനെ കുറിച്ച് അവരിലേക്ക് നാം വ്യക്തമായ ബോധത്തെ നൽകിയില്ല എങ്കിൽ നാളെ ഒരു തലമുറ തന്നെ വഴിപിഴച്ചു പോകാൻ അത് കാരണമായി തീരുമെന്ന് എവിടെയും നോക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം നാം എല്ലാവരും അറിയുന്നത് പോലെ മദ്രസ വിദ്യാഭ്യാസത്തിൽ സ്വഭാവ രൂപീകരണങ്ങളും ചരിത്രങ്ങളും പാഠങ്ങളും പ്രധാനമായ രീതികൾ അഖ്ലാഖിൻ്റെ രീതി വിശാലമായി ചർച്ച ചെയ്ത് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ കാലാവധി കഴിയുമ്പോഴേക്ക് നിസ്കരിക്കാൻ അറിയുന്ന, ഖുർആൻ ഓതാൻ അറിയുന്ന, സലാം പറയാൻ അറിയുന്ന, സമൂഹത്തിൽ ഇടപെടാൻ അറിയുന്ന, ഇസ്ലാമിൻ്റെ മഹത്തായ പ്രമാണങ്ങളെ പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബോധത്തെയാണ് നമ്മുടെ മദ്രസ സിസ്റ്റം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ആ മദ്രസ സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ട് നമ്മളെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കണം? നാം ഓരോരുത്തരും ചിന്തിക്കൂ. 1ാം ക്ലാസ് മുതൽ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ KG സെക്ഷൻ മുതൽ, അല്ലെങ്കിൽ pre-KG സെക്ഷൻ മുതൽ ഇത് പഠനമുണ്ട്. ആ സെക്ഷനുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ ഓരോന്നായി എടുത്ത് പരിശോധിക്കൂ. അവിടെ എവിടെയെങ്കിലും ആ വിദ്യാർത്ഥിയുടെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നോ എങ്ങനെ നന്നായി ജീവിക്കണമെന്നോ അല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് ആ വിദ്യാർത്ഥിയുടെ ചില പാഠങ്ങളിലെ വിഷയങ്ങൾ മനസ്സിലാക്കി ചർച്ച ചെയ്തു പോവുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അക്രിം ജാറക വലൗകാന കാഫിറ എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ വിശുദ്ധമായ മദ്രസകളിൽ നിന്നാണെന്ന് നാം മറന്നു പോകാൻ പാടില്ല. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും അവനോട് കാണിക്കേണ്ട കരുണയെക്കുറിച്ച്, അവനോട് അനുവർത്തിക്കേണ്ട രീതിയെക്കുറിച്ച് നന്നായി നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും അവരോട് നന്നായി വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മദ്രസകളിൽ നിന്നാണ്. ആ മദ്രസകളിലേക്ക് നാം എല്ലാവരും കൂടുതലും അതിൻ്റെ പ്രധാനങ്ങൾ അറിയാത്തതുകൊണ്ടാണ് മിക്ക ആളുകളും ഇപ്പോൾ മദ്രസകൾ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ചിന്ത മാറ്റിവെച്ച് എല്ലാ വിദ്യാർത്ഥികളും മദ്രസയിൽ പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് മദ്രസകളിൽ എത്തുന്നുണ്ടോ? നാം മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നാം ഓരോരുത്തരും വളരെ ഇഷ്ടപ്പെട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി നാം മദ്രസകളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഈ ഇരുലോകത്തും നമുക്ക് ഏറ്റവും നല്ല അറിവുകൾ നൽകി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറു പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സദസ്സിലുള്ളവരെല്ലാം മുൻനിരയിലേക്ക് വന്നിരിക്കണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ സുഗമമായി നടക്കുന്നതിനു വേണ്ടി സദസ്സ് പരമാവധി നിശബ്ദത പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. മലയാളം സ്പീച്ച് കോമ്പറ്റീഷൻ സീനിയർ വിഭാഗം തുടരുന്നു. അടുത്ത മത്സരാർത്ഥി നമ്പർ 4 അഹമ്മദ് യാസീൻ ഷിഹാബ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد خير البشر وعلى آله وصحبه أجمعين. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സമകാലിക ഇന്ത്യ എന്നാണ്. 2014 മുതൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണ് രാജ്യം ഭരിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന RSS ഫാസിസ്റ്റ് അജണ്ടയാണ് ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക അധികാര പരിധിയായ ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞ്
2 സംസ്ഥാനങ്ങളായി വിഭജിച്ചു. ഇന്ന് ലോകത്ത് ജനങ്ങളെക്കാളും സൈന്യമുള്ള പ്രദേശമായി കാശ്മീർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട 1991 മസ്ജിദ് സംരക്ഷണ നിയമത്തിന് യാതൊരു സാധുതയും കൽപ്പിക്കാതെ നമ്മുടെ സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാർ RSS വയ്ക്കുന്ന അജണ്ടക്കനുസരിച്ച് വിധി പുറപ്പെടുവിപ്പിക്കുകയും ബാബരി മസ്ജിദിന്റെ മണ്ണിൽ വഖഫ് ഭൂമിയിൽ രാമക്ഷേത്രം പണിയാൻ ഉത്തരവിടുകയും ചെയ്ത ധിക്കാരം നിറഞ്ഞ നിലപാട് നാം കണ്ടതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് യാതൊരു സംരക്ഷണവും നൽകുന്നില്ല. RSS പൊളിക്കാൻ ലിസ്റ്റ് ചെയ്ത പള്ളികൾ സർവേ നടത്താൻ ഉത്തരവിടുന്ന കോടതികളാണ് നമുക്കുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവിട്ട സംബാലിലെ ഈദ്ഗാഹ് മസ്ജിദ് സർവേ നടത്താൻ വന്ന അധികാരവർഗത്തെ അവിടുത്തെ ജനം തടഞ്ഞപ്പോൾ കോടതിക്ക് ഉത്തരവ് മാറ്റി പുറപ്പെടുവിക്കേണ്ടി വന്നു. ഇതേ സമയത്ത് മുസ്ലിം പള്ളികൾ പൊളിക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിൽ മറ്റൊരു ഭാഗത്ത് വർഗീയ പ്രചാരണവും നടത്തുന്നു. യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ മണിപ്പൂരിൽ നിരന്തരമായ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നമ്മുടെ സർക്കാരിൽ നിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല. കുത്തക മുതലാളിമാർക്ക് വേണ്ടി രാജ്യത്തിന്റെ പൊതുമേഖലാ സ്വത്തുകൾ വിറ്റുകൊണ്ടിരിക്കുന്നു. അദാനിക്കും അംബാനിക്കും RSSനും വേണ്ടി മാത്രം രാജ്യം ഭരിക്കുകയും ഇതിനെതിരെ ശബ്ദിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഗൗരി ലങ്കേഷിനെ പോലുള്ള എഴുത്തുകാരെയും സാംസ്കാരിക നായകന്മാരെയും ഫാസിസ്റ്റ് ശക്തികൾ കൊന്നുതള്ളുന്നു. രാജ്യത്തെ കർഷകരെയും അടിസ്ഥാന വിഭാഗത്തിന്റെ വികസനവും നമ്മുടെ ഭരണഘടന നൽകുന്ന തുല്യ പരിഗണനയും നമ്മുടെ ഭരണകൂടത്തിന് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ സദസ്സിനെയും വരും തലമുറയും ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്: ഈ സത്യം മനസ്സിലാക്കി മൗനം വെടിഞ്ഞ് സമരസജ്ജരാകേണ്ടതിന്റെ ആവശ്യകത. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് മാനവികതയിൽ കൈകോർക്കുന്ന ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പണിയെടുക്കാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് അഹമ്മദ് യാസീൻ അബ്ദുൽ അസീസ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യപ്പെട്ട ഉസ്താദന്മാരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ദീനീ സ്നേഹികളെ, മദ്രസ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ വേദിയിൽ പ്രൗഢഗാംഭീര്യമായി പല പ്രസംഗങ്ങളും നിങ്ങൾ കേൾക്കുകയുണ്ടായി. എന്നാലും എന്നാൽ കഴിയുന്ന ഒരു ചെറു പ്രസംഗം, എൻ്റെ നബി എൻ്റെ മാതൃക എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവശക്തൻ തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. ഏതൊരു മനുഷ്യനിലും അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവമാണ് മറ്റൊരാളെ അനുകരിക്കുക എന്നത്. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പേരെ അനുകരിക്കുന്നുണ്ട്. നന്മയുടെ ആളുകളെയും നാം അനുകരിക്കുന്ന വഴി നാം നല്ലവരായി തീരുന്നു. മറിച്ച് തിന്മയുടെ ആളുകളെയും നാം അനുകരിക്കുന്ന വഴി നാം ദുഷിച്ചവരായി മാറുന്നു. ആയതിനാൽ നന്മയെയും നന്മയുടെ വാക്താക്കളെയും അറിഞ്ഞിരിക്കലും അവരെ അനുകരിക്കാൻ ശ്രമിക്കലും നമുക്ക് വളരെ അനിവാര്യമാണ്. ലോകം കണ്ട നമ്മുടെ വാക്താക്കളിൽ വെച്ച് നമുക്ക് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 1000 ചില്വാനും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്ന് അവിടുത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന അനുയായികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം നാം പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ജീവിതത്തിൻ്റെ പരിശുദ്ധിയും അവിടുന്ന് ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുള്ള മാതൃകയും തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
തീർച്ചയായും തിരുദൂതരിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. നാം ഒരാളെ റോൾ മോഡലാക്കാനുള്ള ഒരു പ്രധാന കാരണം മിക്കവാറും അയാളെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം. അത് സൗന്ദര്യത്തിൻ്റെ പേരിലാവാം, അറിവിൻ്റെ പേരിലാവാം, ബുദ്ധിയുടെ പേരിലാവാം. എന്നിരുന്നാലും എങ്ങനെ നോക്കിയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപാരമായ മികവിനെ കവച്ചു വെക്കാൻ ലോകത്ത് ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഇന്ന് പക്ഷേ പലരും റോൾ മോഡലാക്കുന്നത് കലാകായിക താരങ്ങളെയും സിനിമാ സീരിയൽ താരങ്ങളെയാണ്. ഇത് കേവലം നൈമിഷികവും അർത്ഥശൂന്യവുമാണെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കൂ. വളരെ സൗമ്യനായി, ശാന്തമായി, ലളിതനായി ജീവിച്ച് സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ പകർന്ന് അനുയായികളെ ജീവനേക്കാളേറെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി എന്തും ത്യജിച്ച് വഫാത്തിന്റെ നേരത്ത് പോലും അനുയായികളുടെ കാര്യത്തിൽ വേവലാതി പൂണ്ട് നമ്മോട് വിട പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? മനുഷ്യജീൻ വർഗം ഉൾപ്പെടെ സകലതിലേക്കും അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത്, റിസാലത്ത് എന്നീ ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനിടയിൽ പോലും കുട്ടികളോട് പുഞ്ചിരിക്കാനും സലാം പറയാനും അവരുടെ കൂടെ ഇരിക്കാനും മറന്നില്ല. അടുക്കളയിൽ ജോലി തിരക്കുള്ള അവരുടെ ഭാര്യമാരെ സഹായിക്കാനും മറന്നില്ല. എതിർപ്പുകൾ പോലും അവഗണിച്ചുകൊണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തോട് സ്നേഹസല്ലാപങ്ങൾ കൈമാറുവാനും അവിടുന്ന് മറന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടായി, ആരെൻ്റെ ചര്യയെ സ്നേഹിക്കുന്നുവോ അഥവാ പിൻപറ്റുന്നുവോ അവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകും. ആര് എന്നെ സ്നേഹിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ എൻ്റെ ചാരത്തുണ്ടാവും. ഈ പറഞ്ഞ പ്രവാചക അധ്യാപനം നാം മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിതം പ്രശാന്ത സുന്ദരമാക്കാനും നാഥൻ തൗഫീക്ക് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു അഹമ്മദ് യാസീൻ. മൂവിംഗ് ഓൺ, അടുത്ത മത്സരാർത്ഥി ഹാഫിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളെ, രക്ഷകർത്താക്കളെ, അൽ ഹിദായ മദ്രസയുടെ മദ്രസ ഫെസ്റ്റിൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അറിവിൻ്റെ മഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അല്ലാഹു തആല അതിനുവേണ്ടി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഭൗമോപരിതലത്തിലെ ഉന്നതനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള എല്ലാ ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് തൻ്റെ അറിവും വിവേകവും കൊണ്ടാണ്. തൻ്റെ ജീവിതത്തിലെ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്തുവാനും അവൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കുവാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് അർഹിക്കുന്നത്. കൂടുതൽ ഭാഷ ലഭിക്കുന്നതിലൂടെ തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറക് മുളച്ചു, 2 ഭാഷ പഠിച്ചാൽ നിനക്ക് 2 ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രശസ്തമാണ്. ഭൂമിയിൽ ഉത്ഭവിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും അറിവിന് അതിൻ്റെതായ മഹത്വം കൽപ്പിച്ചതായി നമുക്ക് ദർശിക്കാൻ സാധിക്കും. അറിവിന് അതിൻ്റെതായ മഹത്വം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന പ്രശസ്തമായ ചോദ്യം ലോകജനതയിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു.
വിദ്യ മനുഷ്യന് കളഞ്ഞു പോയ സ്വത്താണല്ലോ. അത് എവിടെ കണ്ടാലും പറക്കെടുക്കുക എന്ന അറിവിനെ മനുഷ്യന്റെ അമൂല്യമായ സ്വത്തിനോട് ഉപമിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിന്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തീർത്തും പ്രശംസനീയമാണ്. അൽ ഹിദായ മദ്രസ ഇവിടെ പ്രവർത്തിക്കുന്നത് അറിവിന് വേണ്ടി അൽ ഹിദായ മദ്രസ ഇവിടെ പ്രവർത്തിക്കുന്നത് അറിവിനോട് ഞാൻ പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണെന്ന് ആണ്. എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. സീനിയർ വിഭാഗത്തിൻ്റെ മലയാളം സ്പീച്ച് തുടരുന്നു. അടുത്ത മത്സരാർത്ഥി ബിലാൽ അബ്ദുൽ അസീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ അവറുകളെ, സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മദ്രസ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ പ്രകൃതി പ്രവാചകൻ നൽകിയ പാഠം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് യഥാവിധി പറയുവാനും നിങ്ങൾക്കത് കേൾക്കുവാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. സൂറത്തുൽ ആറാഫിലെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, വലാ തുഫ്സിദൂ ഫിൽ ബഅദി ഇസ്ലാഹിഹാ വഉദ ഖൗഫൻ വതമൻ ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബൻ മിനൽ മുഹ്സിനീൻ. ഭൂമിനെ ഹരിതവൽക്കരിക്കൽ തന്നെയാണ് എല്ലാ പ്രകൃതിവാദികളും ആധുനിക പ്രകൃതി സംരക്ഷകരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1400 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ നദികളും അരുവികളും തോട്ടങ്ങളും താഴ്വരകളും എല്ലാം വിശുദ്ധ ഖുർആനിൽ മനോഹരമായി വിവിധ ഭാഗങ്ങളിൽ വർണ്ണിക്കുന്നതായി കാണാം. ഹൈറുള്ള എന്ന് കേരളത്തിനെ വിളിക്കപ്പെട്ടതുപോലുമുണ്ട്. ഇസ്ലാമിൻ്റെ പ്രകൃതിപരമായ സൗന്ദര്യം. പ്രകൃതിയുടെ സൗന്ദര്യം പൂർത്തീകരിക്കപ്പെടുന്നത് ഇവിടെ മുഴങ്ങി കേൾക്കുന്ന കിളികളുടെ ശബ്ദവും അരുവികളുടെ കളകളാരും കൂടെ ഒന്നാവുമ്പോഴാണ്. ഗാഡ്ഗിലും കസ്തൂരി രംഗനും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന്. എന്നാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോലമായ ഭൂമിയിൽ അനധികൃതമായി കയറി നിർമ്മാണങ്ങളും കടന്നുകയറ്റവും നടത്തുന്ന മനുഷ്യർക്ക് ഇനിയും ചിലപ്പോൾ ദുരന്തങ്ങൾ വന്നെന്നിരിക്കാം. അതുകൊണ്ട് നമ്മൾ സഹോദരന്മാർ ഭൂമിയെയും പ്രകൃതിയെയും സുരക്ഷിതയും നമ്മൾ അവരെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ഉറപ്പാക്കണം എന്ന് വെച്ച് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി